നമസ്കാരം. വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. साथियों, 4 जून 2024 ये तारीख भारत का भविष्य तय करने जा रही है। जिस दिन चुनाव का नतीजा आएगा, यानी भारत का स्टॉक मार्केट के लिए उसके सारे जो उनके प्रोग्रामिंग के जो प्रोग्रामिंग वाले सारे उनके थक जाएंगे जी। എക്സിറ്റ് പോൾ റാലിയിൽ റോക്കറ്റ് വേഗത്തിൽ കുതിച്ച ബെഞ്ച്മാർക്ക് സൂചികകൾ സർവകാല ഉയരം തൊട്ടപ്പോൾ 76,795 മറികടന്ന് സെൻസെക്സും 23,338 തൊട്ട് നിഫ്റ്റിയും കരുത്ത് പ്രകടമാക്കി. 1/2 ലക്ഷം ഭേദിച്ചാണ് ബാങ്ക് നിഫ്റ്റി ശക്തി തെളിയിച്ചത്. എന്നാൽ ഇലക്ഷൻ റിസൾട്ടുകൾക്ക് പിന്നാലെ ആഭ്യന്തര വിപണി ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. 6% കൂപ്പുകുത്തിയ നിഫ്റ്റിയും 8% തകർന്നടിഞ്ഞ ബാങ്ക് നിഫ്റ്റിയും നിക്ഷേപകരുടെ നടുപൊടിച്ചു. അതേസമയം മോദി 3.0 എഫക്റ്റും RBIയുടെ ശക്തമായ GDP പ്രവചനവും വാരത്തിലെ അവസാന ദിനം വിപണികളെ തുണച്ചിട്ടുണ്ട്. പ്രതിവാര പ്രകടനത്തിൽ 3.37% നേട്ടം നിഫ്റ്റി നൽകിയപ്പോൾ 1.67% ബാങ്ക് നിഫ്റ്റിയുടെ മുന്നേറ്റം. ഹെവി വെയ്റ്റുകൾ റാലിക്ക് നേതൃത്വം നൽകിയതോടെ പ്രതിവാരാടിസ്ഥാനത്തിൽ മിന്നുന്ന പ്രകടനം നടത്തിയത് IT സൂചികയാണ്. നേട്ടം 8.5%. 7% മികച്ച പെർഫോമൻസ് FMCG സൂചിക കാഴ്ചവെച്ചപ്പോൾ 6.83% ഓട്ടോ മേഖലയുടെ സംഭാവന. അനുകൂല സൂചനകളുടെ പിൻബലത്തിൽ PSU ബാങ്കിംഗ് ഓഹരികൾ റെക്കോർഡ് നില കടന്നെങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗിന് സാക്ഷ്യം വഹിച്ചതോടെ വാരാടിസ്ഥാനത്തിൽ 1.41% ഇടിവാണ് രേഖപ്പെടുത്തിയത്. വിവിധ സെൻട്രൽ ബാങ്കുകളുടെ ധനനയ പ്രഖ്യാപനങ്ങളിലൂടെയാണ് ആഗോള വിപണികൾ പോയ വാരം കടന്നുപോയത്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ബാങ്ക് ഓഫ് കാനഡയും പലിശ നിരക്ക് കുറച്ച് ധനനയം ഫ്ലെക്സിബിൾ ആക്കി റേറ്റ് കട്ട് സൈക്കിളിന് കരുത്തു പകർന്നു. US സൂചികകളിലേക്ക് നോക്കുമ്പോൾ നേരിയ കറക്ഷനിൽ കൂടി കടന്നു പോകുന്നു എന്ന് വ്യക്തമാണ്. സമ്മിശ്രമായ ഡാറ്റകളായിരുന്നു വിപണികളെ നയിച്ചത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് 0.29% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്ക് 2.38% നേട്ടവും S&P 500 1.32% നേട്ടവുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഫെഡിന്റെ നയപ്രഖ്യാപനങ്ങളാണ് അടുത്ത വാരം അമേരിക്കൻ വിപണികളെ കാത്തിരിക്കുന്നത്. ജൂൺ 12-നാണ് ഫെഡിന്റെ നയപ്രഖ്യാപനം. പണപ്പെരുപ്പം ടാർഗറ്റ് നിരക്കായ 2% എത്തുന്നത് ഫെഡ് തീരുമാനങ്ങളെ സ്വാധീനിക്കുമോ എന്നാണ് വിപണി ഉറ്റുനോക്കുന്നത്. ഈ വർഷം 2 തവണയെങ്കിലും റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് ഒരുപക്ഷം അനലിസ്റ്റുമാർ വാദിക്കുമ്പോൾ, എന്നാൽ ആഗോള ആഭ്യന്തര പ്രതിസന്ധികളെ കൂടി കണക്കിലെടുക്കുമ്പോൾ പണപ്പെരുപ്പം 2% എത്താതെ റേറ്റ് കട്ടിന് ഫെഡ് ഒരുങ്ങില്ല എന്നാണ് മറുപക്ഷം വാദിക്കുന്നത്. അന്ന് തന്നെ CPI കോർ CPI കണക്കുകളും എത്തും. സമീപ ഭാവിയിൽ ഫെഡ് നയങ്ങളിൽ മാറ്റം ഉണ്ടാകുമോ എന്ന് അനലൈസ് ചെയ്യാൻ ഈ ഡാറ്റ നിക്ഷേപകരെ സഹായിക്കും. ജൂൺ 13-ന് പ്രതിവാര ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും നിക്ഷേപകർക്ക് കൂടുതൽ വ്യക്തത നൽകും. മെയിലെ PPI കണക്കുകൾ കൂടി എത്തുന്നതോടെ US സമ്പദ് വ്യവസ്ഥയുടെ സമീപ ഭാവി നിക്ഷേപകർക്ക് വിലയിരുത്താം. യൂറോപ്പിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ECBയുടെ റേറ്റ് കട്ട് തന്നെയാണ് വിപണിയുടെ ശ്രദ്ധയാകർഷിച്ച ഇവന്റ്. എന്നാൽ റേറ്റ് കട്ട് സൈക്കിളിന്റെ തുടക്കമാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ലാത്തത് നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നു. അടുത്ത വർഷവും പണപ്പെരുപ്പം 2% മുകളിൽ നിൽക്കുമെന്ന് കൂടി ലഗാർഡെ കൂട്ടിച്ചേർത്തിരുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ വിപണികളിൽ വലിയ ചലനം സൃഷ്ടിച്ചില്ലെന്ന് കാണാം. ഡാക്സ് 0.32% പ്രതിവാര നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ CAC 40 0.11% നേരിയ ഇടിവും FTSE 100 1.07% നഷ്ടവുമാണ് റിപ്പോർട്ട് ചെയ്തത്. ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ വികസിത രാജ്യങ്ങളുടെ CPI കണക്കുകളാണ് അടുത്തയാഴ്ച യൂറോപ്യൻ വിപണികളെ കാത്തിരിക്കുന്നത്. മെയിലെ പണപ്പെരുപ്പ കണക്കുകളാണ് വരുന്നത്. ജൂൺ 12-ന് ജർമ്മനിയുടെ CPI കണക്കുകളാണ് ആദ്യം വരിക. നിലവിൽ 0.1% ജർമ്മനിയുടെ വാർഷിക CPI. യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ ഈ കണക്കുകൾ വിപണികളെ സ്വാധീനിക്കാം. ബ്രിട്ടന്റെ GDP കണക്കുകൾ കൂടി വരുന്നതോടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ ഒരു ഏകദേശ ഗതി നിക്ഷേപകർക്ക് ലഭിക്കും. ജൂൺ 14-ന് ഫ്രാൻസിന്റെ CPI കണക്കുകളും റിപ്പോർട്ട് ചെയ്യും. അതേ ദിവസം തന്നെ ECB പ്രസിഡന്റ് ക്രിസ്റ്റ്യൻ ലഗാർഡയുടെ പ്രസ്താവനകളും സൂചികകളിൽ ചലനം സൃഷ്ടിക്കാം. ECBയുടെ ഫ്ലെക്സിബിളായ തീരുമാനങ്ങൾ ശരിയായ ദിശയിലായോ എന്ന് നിക്ഷേപകർക്ക് വിലയിരുത്താം. സമ്മിശ്ര പ്രതികരണത്തിൽ അവസാനിച്ച ഏഷ്യൻ വിപണികളെയായിരുന്നു പോയ വാരം കണ്ടത്. ഹോങ്കോങ് ഒഴികെയുള്ള ചൈനീസ് സൂചികകളിൽ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടപ്പോൾ
തായ്വാൻ വെയ്റ്റഡ് കോസ്പി സൂചികകൾ ബുൾസുകൾ കീഴടക്കി. ജൂൺ 13 വരുന്ന ബാങ്ക് ഓഫ് ജപ്പാൻ ധനനയ യോഗ തീരുമാനങ്ങളാണ് ഏഷ്യൻ വിപണികൾക്ക് നിർണായകമാവുക. പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ ജാപ്പനീസ് സെൻട്രൽ ബാങ്ക് തയ്യാറാണോ എന്നതായിരിക്കും നിക്ഷേപക ശ്രദ്ധയാകർഷിക്കുക. അതിനു മുൻപ് തന്നെ ജൂൺ 9 ജപ്പാന്റെ GDP കണക്കുകളും എത്തും. നെഗറ്റീവ് വളർച്ചയിലേക്ക് താഴ്ന്നുപോയ ജപ്പാൻ തിരികെ എത്തുന്നോ എന്നതായിരിക്കും നിക്ഷേപകർ നിരീക്ഷിക്കുക. ജൂൺ 11 വരുന്ന മെയ്യിലെ ചൈനയുടെ PPI കണക്കുകളാണ് മറ്റൊരു പ്രധാന ഡേറ്റ. ചുരുക്കത്തിൽ ഫെഡ് അടക്കമുള്ള വിവിധ സെൻട്രൽ ബാങ്കുകളുടെ യോഗ തീരുമാനങ്ങളും വിവിധ രാജ്യങ്ങളുടെ പണപ്പെരുപ്പ കണക്കുകളുമാണ് ആഗോള വിപണികളെ നയിക്കുക. കമോഡിറ്റി മാർക്കറ്റിലേക്ക് വന്നാൽ ആഴ്ചയുടെ തുടക്കത്തിൽ ബ്രെന്റ് ക്രൂഡ് വിലയിൽ ചെറിയ വർധനവ് ഉണ്ടായിരുന്നെങ്കിലും വാരാന്ത്യത്തിൽ 2.33% ഇടിവിൽ ബാരലിന് $79.22 വ്യാപാരം അവസാനിപ്പിച്ചത്. WTI ക്രൂഡ് 1.81% ഇടിഞ്ഞ് ബാരലിന് $75.49 എന്ന നിലയിലും അവസാനിച്ചു. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് വ്യാഴാഴ്ച 25 ബേസിസ് പോയിന്റ് നിരക്ക് കുറച്ചതും US-ൽ നിന്നുള്ള കുറഞ്ഞ തൊഴിലവസരങ്ങളും US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ വർദ്ധിച്ചതും ക്രൂഡിനെ തുണച്ചില്ല. വരുന്ന വാരത്തിലും ക്രൂഡ് വിലയിൽ നിലവിലെ സ്ഥിതിയിൽ നിന്നും കാര്യമായ മുന്നേറ്റം വിദഗ്ധർ പ്രതീക്ഷിക്കുന്നില്ല. അതിനാൽ തന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച് $77.5 സപ്പോർട്ട് പരിഗണിക്കാം. $82.5 റേഞ്ചിൽ റെസിസ്റ്റൻസും പ്രതീക്ഷിക്കാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $85 റെസിസ്റ്റൻസായി കണക്കാക്കാം. WTI ക്രൂഡിനെ സംബന്ധിച്ച് 50-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് ആയ $76.33 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്തേക്കാം. ഇത് ബ്രേക്ക് ചെയ്താൽ 80.45, 87.12 എന്നീ പോയിന്റുകളും റെസിസ്റ്റൻസ് മേഖലകളായി പ്രവർത്തിക്കും. ഡൗൺ സൈഡിലേക്ക് വന്നാൽ $72.44, $70.7 എന്നീ ലെവലുകൾ പ്രധാന സപ്പോർട്ട് ലെവലുകളാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $67.92 പിന്തുണ പരിഗണിക്കാം. പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന മെയ് മാസത്തിൽ സ്വർണം വാങ്ങുന്നത് പെട്ടെന്ന് നിർത്തിവെച്ചതോടെ വെള്ളിയാഴ്ച സ്വർണം ഇടിവ് നേരിട്ടു. കൂടാതെ US നോൺ ഫാം പേറോൾ ഡേറ്റ് പ്രതീക്ഷിച്ചതിലും കൂടുതലായതുകൊണ്ട് സ്വർണ്ണവില വെള്ളിയാഴ്ച കനത്ത ഇടിവ് നേരിട്ട് പ്രതിവാരാടിസ്ഥാനത്തിൽ 1.43% ഇടിവോടുകൂടി ട്രോയ് ഔൺസിന് $2,293 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ $2,315, $2,314 റേഞ്ചിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഇത് മറികടന്നാൽ 2,340 അടുത്ത റെസിസ്റ്റൻസായി പരിഗണിക്കാം. ഡൗൺ സൈഡിൽ $2,280 എന്ന ലെവൽ സപ്പോർട്ടായും പരിഗണിക്കാം. തുടർന്ന് 2,060 എന്ന ലെവൽ അടുത്ത ഒരു മേജർ സപ്പോർട്ട് ആയേക്കാം. ഡോളർ സൂചിക കരുത്താർജിക്കുന്നതും ഇന്ത്യൻ വിപണിയിൽ നിന്നുള്ള വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കലും രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. വാരാടിസ്ഥാനത്തിൽ ഇന്ത്യൻ രൂപ 0.11% മൂല്യമിടിവോടെ 83.5 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ 83.6 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മൂല്യമിടിവ് 83.78 രൂപയിലേക്കും തുടർന്ന് 84 എന്ന സൈക്കോളജിക്കൽ ലെവലിലേക്കും വഴിമാറിയേക്കാം. ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ആദ്യ റെസിസ്റ്റൻസ് 83.13 ആയി പരിഗണിക്കാം. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ 82.85 രൂപയിലേക്കും തുടർന്ന് 82.67 രൂപ എന്ന നിലയിലേക്കും കുതിച്ചേക്കാം. ഇന്ത്യൻ മാക്രോ തലത്തിലേക്ക് വന്നാൽ പോയ വാരത്തിൽ FIIയുടെ ഭാഗത്തു നിന്നും ശക്തമായ വിൽപ്പനാ സമ്മർദ്ദമാണ് ഉണ്ടായത്. പ്രതീക്ഷകൾക്കൊത്തുള്ള വിജയം ഭരണപക്ഷത്തിന് ലഭിക്കാത്തത് വിദേശ നിക്ഷേപകർ കൂടുതൽ ഓഹരികൾ വിൽക്കുന്നതിലേക്ക് നയിച്ചു. 13,718.42 കോടി രൂപയുടെ ഓഹരികളാണ് FII വിറ്റഴിച്ചത്. ആഭ്യന്തര നിക്ഷേപകരാകട്ടെ 5,578.71 കോടി രൂപയുടെ അറ്റ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ആദ്യ MPC യോഗമാണ് പോയ വാരത്തിൽ നിർണായകമായത്. രാജ്യത്തിന്റെ GDP അനുമാനം നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്ക് 7.2% ഉയർത്തിയ RBI ഇത്തവണയും റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തി. തുടർച്ചയായ 8ാം തവണയാണ് നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നത്. CPI ഇൻഫ്ലേഷൻ അനുമാനം 4.5% നിലനിർത്തിയിട്ടുണ്ട്. രണ്ടാം പാദം മുതൽക്ക് പണപ്പെരുപ്പം അല്പം മയപ്പെട്ടേക്കാമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. GDP അനുമാനം ഉയർത്തിയത് വിപണിയിൽ പ്രതിഫലിച്ചു. വരുന്ന വാരത്തിൽ ഇന്ത്യൻ മാക്രോ തലത്തിൽ നിർണായകമാകുന്നത് CPI കണക്കുകളാണ്. ജൂൺ 12 ബുധനാഴ്ചയാണ് CPI കണക്കുകൾ വരിക. രാജ്യത്തിന്റെ പണപ്പെരുപ്പം സഹനപരിധിയിൽ തുടരുന്നുണ്ടെങ്കിലും
നിരക്ക് കുറയ്ക്കുന്ന നടപടിയിലേക്ക് പോകാറായിട്ടില്ല എന്ന് തന്നെയാണ് ശക്തികാന്ത ദാസ് വ്യക്തമാക്കിയത്. മെയ് 13 വന്ന കണക്കുകൾ പ്രകാരം 4.83% പണപ്പെരുപ്പം. ഇത് 4.8% നേരിയ കുറവാണ് അനുമാനിക്കുന്നത്. CPI കണക്കുകളോടൊപ്പം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് കണക്കുകളും ചേർത്ത് വയ്ക്കാം. മെയ് 10 വന്ന കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ വ്യാവസായിക ഉൽപാദനം 5.6% നിന്നും 4.9% കുറഞ്ഞിരുന്നു. മാസാടിസ്ഥാനത്തിലുള്ള നിർമ്മാണ ഔട്ട്പുട്ട് കണക്കുകളാകട്ടെ 4.9% നിന്നും 5.2% വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം തന്നെയാണ് മണി സപ്ലൈ കണക്കുകൾ വരുന്നത്. 11.1% നിന്നും 10.9% മണി സപ്ലൈ കുറഞ്ഞിട്ടുണ്ട്. തുടർന്ന് വെള്ളിയാഴ്ച പുറത്തുവരുന്ന ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ കണക്കുകളും നിക്ഷേപകർ ഉറ്റുനോക്കും. മെയ് 14 വന്ന കണക്കുകൾ പ്രകാരം വാർഷികാടിസ്ഥാനത്തിൽ ഇൻഫ്ലേഷൻ 13 മാസത്തിനിടയിലെ ഉയർന്ന നിലയായ 1.26% വർദ്ധിച്ചു. എന്നാൽ ഇത് 1% കുറഞ്ഞേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. WPI ഫുഡ്, WPI ഫ്യുവൽ കണക്കുകളും ഇതിനോടൊപ്പം അറിയാൻ സാധിക്കും. ഫുഡ് ഇൻഫ്ലേഷൻ 7.88% ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഫുഡ് ഇൻഫ്ലേഷനുള്ള ആശങ്കകളെക്കുറിച്ച് ഗവർണർ MPC യോഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. WPI മാനുഫാക്ചറിംഗ് ഇൻഫ്ലേഷൻ ആകട്ടെ -0.42% കുറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ കയറ്റുമതി ഇറക്കുമതി കണക്കുകളും അന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കയറ്റുമതി $34.62 ബില്യൺ നിന്ന് $34.99 നേരിയ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറക്കുമതി $57.28 ബില്യൺ നിന്നും $54.09 ബില്യൺ കുറയുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ ട്രേഡ് ബാലൻസ് -15.06 ബില്യൺ നിന്നും -19.1 ബില്യൺ ആയി. ഈ കണക്കുകളും ജൂൺ 14 വെള്ളിയാഴ്ച അറിയാം. ഇനി IPO മാർക്കറ്റിലേക്ക് വന്നാൽ ഓൺലൈൻ ട്രാവൽ ഏജൻസി കമ്പനിയായ ഇക്സിഗോ ആണ് മെയിൻ ബോർഡിൽ നിന്നുള്ള ഏക IPO. ജൂൺ 10 ആരംഭിക്കുന്ന IPO ജൂൺ 12 അവസാനിക്കുന്നത്. 88 രൂപ മുതൽ 93 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. IPOയിലൂടെ 740.1 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ജൂൺ 18 കമ്പനി ദലാൽ സ്ട്രീറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അതേസമയം കഴിഞ്ഞ ആഴ്ച IPOയുമായി എത്തിയ ക്രോണോക്സ് ലാബ് സയൻസ് ജൂൺ 10 വിപണിയിൽ അരങ്ങേറ്റം കുറിക്കുക. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ ഈ ചൊവ്വാഴ്ച ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ സൂചിക 23,179 എന്ന ഹൈയിൽ നിന്നും ഏകദേശം 6% ഇടിഞ്ഞ് ഒരു ലോങ് ബെയറിഷ് ക്യാൻഡിൽ രൂപപ്പെട്ടിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച ഈ ലെവൽ മറികടന്ന് 2% നേട്ടത്തോടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തത് നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് സിഗ്നൽ ആണെന്നാണ് HDFC സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി പറയുന്നത്. കൂടാതെ സൂചികയുടെ ഷോർട്ട് ടേം ട്രെൻഡ് പോസിറ്റീവായി തന്നെയാണ് തുടരുന്നത്. ഈ സാഹചര്യത്തിൽ 23,300, 23,400 എന്ന ലെവലുകളിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്നും ഷോർട്ട് ടേമിൽ ഉണ്ടാകുന്ന ഏതൊരു ഇടിവും ഒരു ബൈയിങ് അവസരമായി കാണാമെന്നും സൂചികയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 22,900 എന്ന ലെവലിൽ പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വോളറ്റാലിറ്റി കൂടിയിട്ടും നിഫ്റ്റി ഈ ആഴ്ച അവസാനിച്ചത് 3%-ലേറെ നേട്ടത്തോടെയാണ്. പക്ഷേ ഒരു ഹാങ്ങിങ് മാൻ പാറ്റേണും RSI ഇൻഡിക്കേറ്ററിൽ നെഗറ്റീവ് ഡൈവേർജൻസും കാണാവുന്നതായിട്ടാണ് SBI ടെക്നിക്കൽ അനലിസ്റ്റുമാർ പറയുന്നത്. പ്രൈസ് ചാർട്ടിൽ ഹയർ ഹൈ ചെയ്യുന്ന സമയം RSI ഇൻഡിക്കേറ്ററിൽ ലോവർ ഹൈ ഫോം ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇതിനർത്ഥം നിക്ഷേപകർ ഓവർ ലിവറേജ്ഡ് ആയ പൊസിഷൻസ് എടുക്കരുതെന്നും മറിച്ച് അടുത്ത കുറച്ച് സെഷൻസിൽ ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാമെന്നും അവർ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 22,930, 22,900 റെസിസ്റ്റൻസ് 23,650 കണക്കാക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഷെയർഖാൻ ടെക്നിക്കൽ അനലിസ്റ്റ് ജതിൻ ഗേഡിയ പറയുന്നത് ഈ ആഴ്ചയിൽ നടന്ന വി ഷേപ്ഡ് റിക്കവറി ബുൾസിന് അനുകൂലമായി എന്നാണ്. ഈ സാഹചര്യത്തിൽ നിഫ്റ്റിയുടെ സപ്പോർട്ട് 22,800, 22,700 മറുഭാഗത്ത് 23,500 എന്ന സൈക്കോളജിക്കൽ ലെവൽ റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ LKP സെക്യൂരിറ്റീസ് ടെക്നിക്കൽ അനലിസ്റ്റ് രൂപക് ദേ പറയുന്നത് സൂചിക അതിന്റെ റെസിസ്റ്റൻസിന് അടുത്ത് ക്ലോസ് ചെയ്തത് ഒരു പോസിറ്റീവ് സിഗ്നൽ ആണെന്നാണ്. കൂടാതെ 10-day SMA-യിൽ നിന്നും സപ്പോർട്ട് ലഭിച്ചത് സൂചികയിൽ ബുള്ളിഷ് മൊമെന്റം കാണിക്കുന്നു എന്നാണ്. അതിനാൽ ഇപ്പോഴത്തെ വിലയുടെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 49,200,
ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 55,500 ആക്ട് ചെയ്തേക്കാമെന്നും റൂബക്ടെ അഭിപ്രായപ്പെട്ടു. പുതിയ സർക്കാർ അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യ ട്രേഡിംഗ് ദിനമായിരിക്കും തിങ്കളാഴ്ച. സാമ്പത്തിക നയ തുടർച്ചയുണ്ടാകുമോ എന്നതായിരിക്കും നിക്ഷേപകരും വിപണിയും ഒരുപോലെ ഉറ്റുനോക്കുക. ഒപ്പം വീണ്ടും ഒരു ബുള്ളിഷ് റാലി വിപണി കരുതി വെക്കുമോ അതോ പ്രോഫിറ്റ് ബുക്കിംഗിൽ അടിപതറുമോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളും മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മൈഫിൻ മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.